നമസ്കാരം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് അറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പാഠങ്ങളെല്ലാവരും നല്ലതുപോലെ വായിച്ചു നോക്കി കാണും. അതുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ബാക്കി ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവരുടെയെങ്കിലും ടെക്സ്റ്റ് ഉണ്ടല്ലോ, എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെക്കുക. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി മനസ്സിലാക്കി പോവുക. ഓക്കെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹതാശാസെ ഏക വ്യക്തി ബൈട്ട് ഗയാത്ത എന്ന് പറയുന്ന കവിതയാണ് കണ്ടത്. അത് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന കവിയാണ് ആ കവിത എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിയായ നരേഷ് സക്സേനയ്ക്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ ആദ്യ കുറേ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതെല്ലാവരും വായിച്ചു നോക്കിയെന്നും ഒക്കെ വിശ്വസിക്കുന്നു. അത് എന്താണ്, പരീക്ഷയ്ക്ക് ഒക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം മനുഷ്യത്വം, ആ കവിതയുടെ എന്താണ് മനുഷ്യത്വം അല്ലെങ്കിൽ കവിതയുടെ ഭാവം എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞേക്കുന്നത്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ജാന്ന എന്ന് പറയുന്ന ശബ്ദം, ഒരു ജാന്ന എന്ന് പറയുന്ന ശബ്ദം നമുക്ക് അറിയാം. ആ ജാന്ന എന്ന് പറയുന്ന വാക്ക് നമ്മുടെ രൂഢീഗ്രസ്തമായ പാരമ്പര്യമായ ഒരു അർത്ഥമാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാം എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രായമോ വയസ്സോ സ്വഭാവമോ അല്ലെങ്കിൽ ജോലിയോ ഒക്കെ അറിയാം എന്ന് മാത്രമാണ് അറിയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ എല്ലാം എന്താണ് ജീവിതത്തിലെ നിരാശയും സങ്കടവും ഹതാശയും ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ കവിത എന്ത് ഓർമ്മയാണ്, മനുഷ്യനെ മനുഷ്യരെ പോലെ അറിയുക എന്നുള്ള ഓർമ്മയാണ് ഉണർത്തുന്നത്, കാണിക്കുന്നത് എന്നാണ് കവി പറഞ്ഞ് നിർത്തിയത്. നമ്മൾ അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം ഈ കവിത എന്താണ് മനുഷ്യ കിസ്കി യാദ് ദിലാത്തികെ, ഈ കവിത കിസ്കി യാദ് ദിലാത്തികെ, എന്ത് കവിത ഓർമ്മയാണ് നമുക്ക് തരുന്നത്, എന്തോർമ്മയാണ്? മനുഷ്യക്ക് തരക് ജാന്നേക്ക് യാദ്, മനുഷ്യനെ പോലെ അറിയുക എന്നുള്ള ഒരു ഓർമ്മയാണ് നമുക്ക് തരുന്നത്. ബാക്കി നോക്കിക്കൊള്ളാം. ഇവിടെ കവിത ലഗാത്താർ നഹീൻ ജാനിനെ और जानने का बयान करती जाती है. शिल्पी की इस बारीक कारीगरी को देखें. ഈ കവിത നോക്കുക. കവിത ലഗാത്താർ എന്ന് വെച്ചാൽ ആവർത്തിച്ച് തുടർച്ചയായിട്ട് നഹീൻ ജാനിനെ അവർ ജാനിനെ എന്നുള്ള ആ ഒരു എന്താണ് വാക്കുകൾ, രണ്ട് വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. നോക്കുക. ആദ്യത്തെ നഹീൻ ജാൻതാത്ത ജാൻതേത്തെ, എന്താണ് മേരാ ഹാത്ത് ബടാനേക്കോ ജാൻതാത്ത ദൂസരേക്കോ നഹീൻ ജാൻതേത്തെ എന്നൊക്കെയുള്ള അറിയാം അറിയത്തില്ല അല്ലെങ്കിൽ അറിയത്തില്ല എന്നുള്ള വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ശില്പിക്ക് ഈ ബാരിക്ക് കാരികാരി കോതേക്ക്, ശില്പത്തിൻ്റെ ആ ബാരിക് കാരികാരി ശില്പചാതുര്യം, മനോഹരമായ ആ വർണ്ണന ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ്, ഒരു ശില്പി മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ കവികൾ ആ വാക്കുകൾ കൊണ്ട് കാവ്യമുണ്ടാക്കുന്നു. അതുതന്നെയാണ് ബാരിക്കാരി, ശില്പത്തി കാരിഹാരി എന്ന് പറയുന്നത്. ശില്പചാതുര്യം എന്നൊക്കെ പറയാം. ആ ശില്പികൾ സുന്ദരങ്ങളായ ചില ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് ചില കവികൾ അവരുടെ വാക്കുകൾ കൊണ്ട് കവിതകളെ എന്ത് ചെയ്യുന്നത്, വർണ്ണിക്കുന്നത്, കവിതകൾ ഉണ്ടാക്കുന്നത്. അതാണ് ബാരിക് കാരിഹാരി എന്ന് പറയുന്നത്. ഈ കവിതയിൽ രണ്ട് വാക്കുകൾ ഏതൊക്കെയാണ്? നഹീൻ ജാനിനെ എന്ന് പറയുന്ന വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. വഗമുച്ചേ നഹീൻ ജാൻദാദ, ഹാത്ത് ബഡാനെ കോ ജാൻദാദ, ഹം ഏക് ദൂസരെ കോ നഹീൻ ജാൻതേ ദേ, സാത്ത് സാത്ത് ചലന ജാൻതേ ദേ എന്ന വരികൾ നോക്കുക. വഗമുച്ചേ നഹീൻ ജാൻദാദ, ഹാത്ത് ബഡാനെ കോ ജാൻദാദ, ഹം ഏക് ദൂസരെ കോ നഹീൻ ജാൻതേ ദേ, സാത്ത് സാത്ത് ചലന ജാൻതേ ദേ, യഹ് നഹീൻ ജാനിന അവനെ ജാനിന കവിതാമേ കിസി ലോകഗീത് കെ സ്ഥായി കി തരക്. ഈ വരികളിൽ, ഈ പറഞ്ഞ വരികളിൽ എന്താണ്? നഹീൻ ജാനിന അവർ ജാനിന, നഹീൻ ജാനിന എന്നും ജാനിന എന്നും പറയുന്ന ഈ വരികൾ ഈ കവിതയിൽ കിസി ലോകഗീത് കെ സ്ഥായി കി തരക്. ലോകഗീത് എന്താണ്? ലോകഗീതം എന്ന് വെച്ചാൽ നാടൻ പാട്ട് പോലെ, എന്താണ്, ഒരു നാടൻ പാട്ടിൻ്റെ ശൈലിയെപ്പോലെ സ്ഥായി ഭാവ് കി തരക്, ബാർ ലൗട്ടത്തേക്ക്, സ്ഥായി സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു. ചില പാട്ടുകൾ എന്താണ് പാടുമ്പോൾ അതിനകത്ത് ചില വരികൾ, ചില വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന എന്താണ് എന്നുള്ള ആ ഒരു കവിത, അതായത് ഉന്ത് എന്നുള്ള ആ വരികൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു. തന്താനെ താനാനെ എന്നുള്ള പാട്ട് പറയുമ്പോൾ തന്താനെ താനാനെ എന്നുള്ള അത് ആവർത്തിച്ച് വരുന്നു. അങ്ങനെ ആവർത്തിച്ച് വരുന്ന ലോകഗീതക്കെ സ്ഥായിക്ക് തരക് ബാർ വീണ്ടും
ലൗട്ട്താഹേ മടങ്ങി വരുന്നു, ആവർത്തിച്ച് വരുന്നു. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമീം, ഗദ്യത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയിൽ ലിരിക്കൽ യാ ഗീതാത്മകത കാ ബോധ്, വർണ്ണനകളുടെയും വരികളുടെയും ഗീതാത്മകതയുടെയും, ഗീതാത്മകത എന്ന് വെച്ചാൽ അതിൻ്റെ ആ കവിതയുടെ എന്താണ് കാവ്യഭംഗിയാണ്. ഗദ്യ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ആ ഒരു ഒരു പാട്ടിൻ്റെ ബോധത്തോടു കൂടിയുള്ള ഒരു കവിത വളരെ മനോഹരമായ രീതിയിൽ ഹിന്ദിയിലെ കിസി കവിതാമേ ആയാകെ ഇതുപോലെ ഇത്രയും ലിരിക്കൽ യാ ഗീതാത്മകത കാ ബോധ്, ആ ഗീതാത്മകതയുടെ ബോധം ഒരിക്കൽ പോലും മനോഹരമായിട്ട് വേറെ ഏതെങ്കിലും ഹിന്ദി കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് എന്താണ് നഹീം യാദ് നഹീം ആരക, എനിക്ക് എന്ത് ചെയ്യുന്നില്ല, എനിക്ക് ഓർക്കുവാൻ പറ്റുന്നില്ല. ഇത്രയും സുന്ദരമായ കാവ്യശില്പങ്ങൾ കൊണ്ട് ആ കവിതയുടെ വ്യാഖ്യാനങ്ങൾ വായനക്കാരിലും ശ്രോതാക്കളിലും സ്വാധീനം ചെലുത്തക്ക രീതിയിൽ ഇത്രയും ബോധത്തോടുകൂടി അല്ലെങ്കിൽ നല്ല ഭാഷാശൈലിയിൽ വളരെ മനോഹരമായ രീതിയിൽ കവിത എഴുതുന്ന ആ ഗീതാത്മകത എന്ന് പറയുന്ന ആ ബോധം, ആ പാട്ടിൻ്റെ ശൈലിയിലുള്ള വരികൾ ഇത്രയും മനോഹരമായി വേറെ ഏതെങ്കിലും ഒരു കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ നോക്കുക, ജൈസേ എന്താണ് കിസി ഗസൽ മെയിൻ, ഗസൽ ഒരു സംഗീത ശാഖയാണ്. ഗസൽ സംഗീതം പങ്കജ് ഉസ്താദ്, ബിസ്മില്ലാ ഖാൻ തുടങ്ങിയ പല ഗസൽ പാടുന്ന ആളുകളുണ്ടാവും. ഗസൽ സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു നീട്ടലും കുറുക്കലും ഒക്കെ കൂട്ടിച്ചേർത്ത് വരുന്ന ഒരു കവിതയാണ് ആ ഗസൽ സംഗീതം. ആ ഗസൽ സംഗീതത്തിൻ്റെ ആഖരി ഷേർക്കെ ആഖരി ശബ്ദ്, ആ ഗസൽ സംഗീതത്തിൻ്റെ അവസാന ശബ്ദം, അവസാന ആ വാക്ക്, ആ അവസാന ശബ്ദം ശ്രോതാവോങ്കി ജുവാൻ ബാർ, ശ്രോതാക്കളുടെ നാക്കിൽ ആപ്പ് സേ ആപ്പ് ആ ജാത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചില കവിതകൾ കേൾക്കുമ്പോൾ അത് പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ പോലും, അത് പൂർണ്ണമാകുന്നില്ല എങ്കിൽ പോലും ആ കവിത കേൾക്കുമ്പോൾ ആ കവിതയുടെ അവസാനം എന്തായിരിക്കുമെന്ന് ആ കേൾവിക്കാരായ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. ഇപ്രകാരം വൈസേകി ഈസ് കവിതയ്ക്ക് അന്തിമ ശബ്ദ്, നമ്മുടെ ഈ കവിതയിലെ അവസാന ശബ്ദം ഏതാണ്? യാനി സാത്ത് സാത്ത് ചലന കെ ബാദ്, സാത്ത് സാത്ത് ചലന എന്നതിന് ശേഷം ആ കവിതയിൽ നമ്മൾ കണ്ട കവിതയിലെ അവസാന ശബ്ദം സാത്ത് സാത്ത് ചലനയ്ക്ക് ശേഷം യദി കവിത പാട് രോക്ക് ദിയേ ജായത്തോ, ഈ കവിത ഈ പാഠം അവിടെ നിർത്തുകയായിരുന്നെങ്കിൽ പോലും, അതായത് സാത്ത് സാത്ത് ചലന എന്നെഴുതി കവി അവിടെ നിർത്തുകയാണെങ്കിൽ പോലും എന്താണ് സുന്നേ ബാലെ കുത് വാക്കി പുരാക്കാർദേങ്കി, ആ കേൾവിക്കാരായ ആളുകൾ, ആ കവിത കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു? വാക്യം സ്വന്തമായിട്ട് ഇത് പൂർത്തീകരിക്കും. എന്നിട്ട് പറയും എന്താണ്? ജാൻ ദേതേ എന്ന് പറയുമായിരുന്നു. അപ്പം സാത്ത് സാത്ത് ചലന ജാൻ ദേതേ, നമ്മൾ നേരത്തെ ഒരു കവിത പറഞ്ഞെന്താണ്? ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറയുന്ന ആ കവിതയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഒടുവിൽ പിണങ്ങി പറന്നുപോകും പക്ഷിയോട് എന്ന് പറഞ്ഞ് കവി ഇച്ചിരി നിർത്തുന്നുണ്ട്. ഒടുവിൽ പിണങ്ങി പറന്നുപോകും പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. ഒരു പക്ഷേ ആ കവിത അത് കേൾക്കുന്ന ആസ്വദിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരുപക്ഷെ ഒടുവിൽ പിണങ്ങി പറന്നുപോകും പക്ഷിയോട് എന്ന് പറഞ്ഞ കവി പിന്നെ ഒന്നും എഴുതുന്നില്ല എങ്കിൽ പോലും അത് കേൾവിക്കാരായ ആളുകൾ ഇത് പൂർത്തീകരിക്കും. എന്താണ്? അരുതേ എന്നോതുവാൻ മോഹം. അതേപോലെ ഇവിടെ സാത്ത് സാത്ത് ചലന കെ ബാദ്, ഈ കവിത ഈ സാത്ത് സാത്ത് ചലനയ്ക്ക് ശേഷം ഈ കവിത ഇവിടെ നിർത്തുകയാണെങ്കിൽ പോലും എന്താണ്? കവി സ്വയം അതിൻ്റെ വാക്യം പൂർത്തീകരിക്കും. എന്നിട്ട് പറയും എന്താണ്? ജാൻ ദേതേ, അറിയാമായിരുന്നു, സാത്ത് സാത്ത് ചലന ജാൻ ദേതേ എന്ന് അത് പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നാണ് ആര് പറയുന്നത്? ഈ നരേഷ് സക്സേന പറയുന്നത്. ദെൻ യഗ് കവിത, ഈ കവിത എന്ന് പറയുന്നത് ജാനിന ശബ്ദ കെ, ജാനിന ശബ്ദത്തിൻ്റെ രുട്ടിഗ്രസ്ത് അർത്ഥക്കോ, ആ പാരമ്പര്യമായ അർത്ഥത്തെ പൂരി തരകസെ ബദൽ ദേത്തേക്ക്, ആ പാരമ്പര്യമായ അർത്ഥത്തെ എന്താണ്? പൂർണ്ണമായ രീതിയിൽ മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് പാരമ്പര്യമായൊരു അർത്ഥമുണ്ട്. എന്താണ്? ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുക എന്നുള്ളത് അവൻ്റെ വയസ്സ്, അവൻ്റെ ജാതി, അവൻ്റെ പൊസിഷൻ, അവൻ്റെ പേര് എന്നിവ അറിയാവുന്നതിൽ മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത്. എന്നാൽ ആ ജാനിന എന്ന് പറയുന്ന ആ പാരമ്പര്യമായ ആ രൂഢീകൃതമായിട്ടുള്ള അർത്ഥത്തെ പൂർണ്ണമായും തകർക്കുകയാണ്, മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ കവിതയ്ക്ക് പകലി ദോ പങ്ക്തിയോമ്മി, ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ ആദ്യം എന്താണ്? അദാശാസെ ഏക വ്യക്തി വൈറ്റ് കയ്യാത്ത, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? വ്യക്തി കോ മൈ നഹീ ജാൻദാദ എന്ന് പറയുന്ന ആ 2 വരികളിൽ ഈ കവിതയ്ക്ക് പകലി ദോ പങ്ക്തിയോ മീം കവി അപ്പനി പൂരി ബാത്ത് കഗ് ദേത്താകെ,
എന്തു പറയുന്നു? കവി പൂർണ്ണമായ അർത്ഥം, ആ കവിതയുടെ പൂർണ്ണമായ അർത്ഥവും കവി അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ശേഷിപംക്തിയാം, ബാക്കി പറയുന്ന വരികൾ, ബാക്കിയുള്ള വരികൾ ഉസി കകെ ഗയേക്കോ, അദ്ദേഹം പറഞ്ഞതിനെ എന്താണ്? സഥൻ അവർ ഗഗര കർത്തികെ, ആഴമുള്ളതും ദൃഢമുള്ളതും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. കവിതാക്ക സന്ദേശ് ഹേങ്കി, ഈ കവിതയിലെ അത്യാവശ്യമായി പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണിത്. കവിതാക്ക സന്ദേശ്, ഈ കവിതയുടെ സന്ദേശം എന്താണ് എന്ന് പറഞ്ഞാൽ ദോ മനുഷ്യോങ്കെ ബീച്ച്, എന്താണ്? ദോ മനുഷ്യോങ്കെ ബീച്ച്, രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യതാക്ക അഗസാസ് യാനി മാനവീയ സംവേദനാഹ്വാന ജരൂരികെ, മനുഷ്യതാക്ക മനുഷ്യത്വത്തിൻ്റെ തോന്നൽ, ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന വികാരം ഉണ്ടാക്കിയെടുക്കുക. അതായത് മാനവീയ സംവേദന, അതായത് നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ഉണ്ടാകുന്ന വേദന, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടാകേണ്ട അത്യാവശ്യമാണ്. അല്ലാതെ ജാൻകാരിയാം ജരൂരി നഹിങ്കെ, അറിയാം എന്നുള്ളത് മാത്രമല്ല, ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാം എന്നുള്ളത് മാത്രമല്ല ഈ കവിതയുടെ സന്ദേശമായി തരുന്നത്. മറിച്ച് എന്താണ്? ദോ മനുഷ്യോങ്കെ ബീച്ച്, രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യതാക്ക അഗസാസ് യാനി മാനവീയ സംവേദനാഹ്വാന, എന്താണ്? മനുഷ്യത എന്ന് പറയുന്ന വികാരം, മാനവീയ സംവേദനയും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ നമുക്ക് എന്താവശ്യമില്ല? ജാൻകാരിയാം, അറിയാം എന്നുള്ളത് അത്യാവശ്യമില്ല എന്നാണ് ഈ കവിതയിലൂടെ കവി എന്ത് ചെയ്യുന്നത്? പറയുന്നത്. എന്നാൽ കിന്തു യഗ സന്ദേശ്, ഈ പറഞ്ഞ സന്ദേശം, ഏത് സന്ദേശം? തോ മനുഷ്യോങ്കെ ബീച്ച് മനുഷ്യതാക്ക യഗസാസ്യാനി മാനവീയ സംവേദനാഹ്വാന ജരൂരിക എന്ന് പറയുന്ന ആ സന്ദേശം ഈസ് കവിതാമേയും, ഈ കവിതയിൽ ഉപദേശിക്കി തരുക നഹീം ആത്താഹേ, ഉപദേശമായിട്ട് ഒരിക്കൽ പോലും വരുന്നില്ല എന്ന് പറഞ്ഞ് കവി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടിപ്പണിയുടെ എന്തുണ്ട്? അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ കവിതയുടെ യഥാർത്ഥമായ സന്ദേശം എന്താണ് എന്നുള്ള ഭാഗം, ഈ പറഞ്ഞ ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കവിതാക്ക എന്താണ്? ഈ ഹതാശാസെ ഏക വ്യക്തി ബൈട്ട് കയാത്ത നാമ കവിതാക്ക സന്ദേശിക്കാകെ എന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് എന്താണ്? ദോ മനുഷ്യോങ്കെ ബീച്ച്, രണ്ട് മനുഷ്യരുടെ ഇടയ്ക്ക് മനുഷ്യതാക്ക അഗസാസ് യാനി മാനവീയ സംവേദന ഹോന ശരീരികെ, മനുഷ്യത എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരവും അതുപോലെ മാനവീയ സംവേദനയും അത്യാവശ്യമാണ്. അല്ലാതെ എന്താണ്? ജാൻകാരിയാം, അറിയുക എന്നുള്ളത് എന്തല്ല? അത്യാവശ്യമല്ല എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അവൻ്റെ വിചാരങ്ങളെല്ലാം അറിയാമെങ്കിൽ മാത്രമേ ആ മനുഷ്യനെക്കുറിച്ച് അറിയാം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. പക്ഷേ എന്താണ് ഈ സന്ദേശം, ഈ മേളിൽ പറഞ്ഞ ഈ സന്ദേശം ഈ കവിതയിൽ ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല? ഉപദേശമായിട്ട് വരുന്നില്ല എന്നുകൂടി ആര് പറയുന്നു? ഈ നരേഷ് സക്സേന എന്താണ് നമ്മുടെ വിനോദ് കുമാർ ശുക്ലയുടെ ഈ കവിതയെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കവിതയുടെ ആശയം, അല്ലെങ്കിൽ ഈ പാഠത്തിൻ്റെ അർത്ഥം ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന കവിയാണ് എന്ത് ചെയ്തത്? ഈ കവിത എഴുതിയത്. അപ്പോൾ ഈ കവിതയുടെ പേര് നമുക്കറിയാം, ഹതാശാസ് ഏക വ്യക്തി ബൈട്ട് കയാത്ത എന്നുള്ളതായിരുന്നു. ആ കവിത എന്താണ് വായിക്കുമ്പോൾ നമുക്കറിയാം, അത് ചില ശബ്ദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഹതാശാസ് ഏക വ്യക്തി ബൈട്ട് കയാത്ത, വ്യക്തി കോ മൈ നഹീൻ ജാൻതാ था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरा हाथ पकड़कर बग खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले, दोनों में एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. ഈ കവിതയിൽ എന്താണ്? ഈ ലോകാത്മകത അല്ലെങ്കിൽ എന്താണ് ലോകഗീതയ്ക്ക് തരക് കിസി എന്താണ് ശബ്ദ് ബാർ അവിടത്തേക്ക് ജാനിന നഗീൻ ജാൻത എന്നുള്ള വാക്കുകളാണ്. പിന്നെ ഈ കവിതയുടെ സന്ദേശ്, ഈ കവിതയുടെ യാദ്, ഈ കവിത കിസ്കി യാദ് ദിലാത്തിഹേ എന്ന് ചോദിച്ചാൽ ജാനിനെ മനുഷ്യങ്കോ മനുഷ്യക്ക് തരക് ജാനിനേക്ക് യാദ് ദിലാത്തിഹേ, മനുഷ്യനെ പോലെ അറിയുക എന്നുള്ള ഒരു ഓർമ്മയാണ് എന്ത് ചെയ്യുന്നത്? ഈ കവിത നൽകുന്നത് എന്ന് പറയുന്നു. ഇത് പിന്നെ നമുക്ക് കവി ഇതിനകത്ത് പ്രത്യേകം പറയുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്, മനുഷ്യക്കോ ജാനേക്ക രൂട്ടി ഗ്രസ്താർത്ത് എന്താണ്? ഉസ്കി നാം പദ ഓഹദ് ഉമർ ആദി ജാനേമയും നഹീൻ ജോഡത്തേക്ക്, बल्कि उसकी हताशा, असहायता, निराशा, संकट आदि जानने
മീം എന്താണ് ജുഡി ഹുയിഗെ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായ അർത്ഥം പറയുന്നു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം മുകളിൽ പറഞ്ഞിരിക്കുന്ന ഹതാശാസെ ഏക വ്യക്തി ബൈട്ട് ഗയാത വക് വ്യക്തിക്കോ മൈ നഹീം ജാൻതാത എന്ന് പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും എന്താണ് സഥൻ അവർ ഗഗരാകർത്തികി, ആഴമുള്ളതും ദൃഢമുള്ളതുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവസാനം കവി പറയുന്നത് എന്താണ്, ഈ കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത് ദോ മനുഷ്യോങ്കെ ബീച്ച് മനുഷ്യതാക്ക അഗസാസ് യാനി മാനവീയ സംവേദനാഹ്വാന ജരൂരികെ, അതായത് മനുഷ്യന്മാരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ മാനവീയ വികാരങ്ങളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ആ വ്യക്തികളെക്കുറിച്ച് അറിയാം എന്നുള്ളതല്ല എന്നുള്ളതാണ് ഈ കവിതയുടെ സന്ദേശമായിട്ട് നമുക്ക് ഈ കവിതയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം അങ്ങനെ പാഠം, ഈ പാഠത്തിൻ്റെ വ്യക്തമായ ആശയങ്ങൾ നല്ലതുപോലെ പഠിക്കുക. ഈ പാഠത്തിൻ്റെ വളരെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള കൊച്ചു ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നല്ലതുപോലെ ആദ്യം ആ കവിത ഒന്ന് നല്ലതുപോലെ വായിച്ചു നോക്കണം. അതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ ടിപ്പണി വായിക്കാവൂ. അതിൻ്റെ പ്രധാനമായ 2 ചോദ്യങ്ങൾ, ഈ കവിത എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ, ഹതാശാസെ ഏക വ്യക്തി ബൈട്ട് ഗയാത എന്നുള്ള കവിത എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, വിനോദ് കുമാർ ശുക്ലയും. ഹതാശാസെ ഏക വ്യക്തി ബൈട്ട് ഗയാത നാമക്ക് കവിത ക ടിപ്പണി കിസ്നെ ലിഖി എന്ന് ചോദിച്ചാൽ ആരാണ്, നരേഷ് സക്സേനയുമാണ് എഴുതിയത് എന്ന് പറയുന്നു. പിന്നെ ഈ കവിതയ്ക്ക് ശില്പപക്ഷിക്ക് ലേഖയ്ക്ക് നിരീക്ഷൻ എന്തൊക്കെയാണ് കവിതയുടെ ശില്പപക്ഷത്തിൻ്റെ ലേഖന നിരീക്ഷണം വരുന്നത്? അവിടെ എന്തൊക്കെ വരുന്നു, ജാനിന എന്ന് പറയുന്ന ശബ്ദ് ബാർ ലൗട്ടത്തെ ഹെയും. ആ കവിതയുടെ ശില്പപക്ഷത്തെക്കുറിച്ച് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജാനിന എന്ന് പറയുന്ന ശബ്ദം ബാർ ലൗട്ടത്തെ ഹെയും ആവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ ലോകഗീതയ്ക്ക് സ്ഥായി ഭാവ്, ലോകഗീതത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള ഭാവം വരുന്നു. അതുപോലെ തന്നെ ഗസൽ കി അന്തിമ ശബ്ദം കെ സമാൻ വാക്കുകൾ ആവർത്തിച്ചു വരുന്നു. ഗീതാത്മക ബോധ് ആവർത്തിച്ചു വരുന്നു. ഇവയെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ കവിതയുടെ പ്രത്യേകത.